അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ, അത്ഭുതം എന്ന് പറഞ്ഞ എനിക്കത്തെ 4 ആയത്തുങ്ങ പണിടെ പിടിച്ചിട്ട് ക്യാൻസർക്ക് സമയത്ത ഇത് മറந்தாയിട്ടിക്കട് മൈഗ്രെയിന് സംബന്ധമായിട്ടുള്ള ബേജാറുള്ള എനിക്ക് വലിയ പരിഹാരമായിട്ടിക്കട്. അപ്പൊ ഈ 4 ആയത്തിലെ അദ്ഭുത ഫല എന്തെല്ലാണ്ട് ഞങ്ങൾ നോക്കുക. ഇത് ഓതുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യങ്ങൾ എന്തെല്ലാമായിട്ടിക്കട്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ഞങ്ങളെ ക്ലാസ് ചുമ്മത്ത ആൾമാറും കേട്ടാറ് ഞങ്ങളെ ക്ലാസ്സിലെ പിർസ വെക്കിടങ്ങ. ഇത്ര ആൾമാറും ഇത്ര ഗ്രൂപ്പുകളെല്ലാം അതിലെ എത്തുപാട്ടങ്ങ അതിലെ കീഴിൽ ചുമ്മ വിഷയിച്ചൊന്നിട്ടു ദ്വാർക്കൊണോട്ട് ഏൽപ്പിച്ചങ്ങ. അർഹമുർ റാഹിമീനായ റബ്ബ് അങ്ങലെയും നങ്ങലെയും എല്ലാ ഹലാലായ മുറാദ് ഹാസിലാക്കി തരട്ടെ, എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇർസത്തു ചങ്ങായിമാർ 4 ആയത്തുങ്ങ ഇതിൽ അദ്ഭുതമായിട്ടുള്ള ഫലവും മഹത്വം എല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ടൈം നമുക്ക് ഓതുകായിട്ടില്ലല്ലേ ചൊല്ലി എനിക്ക് എത്ര ബേജാറ് നമുക്ക് ഉണ്ടാവുന്നത് ഗ്യാരണ്ടി ആയിട്ട്. ഈ ചൊല്ലുടെ രൂപത്തിൽ ക്രമത്തിൽ നിങ്ങൾ ഓതുറാണ്ട് കണ്ടെങ്കിൽ പണിടെ പിടിച്ചിട്ട് ക്യാൻസറുക സമയത്ത് ഇത് ഷിഫായിട്ടിക്കട്. മൈഗ്രെയിന് സംബന്ധമായിട്ടുള്ള ആൾമാർ വലിയ ദുഃഖത്തിലുള്ള അങ്കെല്ലാം ഇത് വലിയ പരിഹാരമായിട്ടിക്കട്. ഏതായിട്ടിക്കട് ഈ 4 ആയത്തുങ്ങ നമുക്ക് എല്ലാവരും ഗൊന്തുള്ളതായിട്ടിക്കട്. സൂറത്തുൽ ഹഷറിലെ ലാസ്റ്റുള്ള എനിക്കത്തെ ലൗ അൻസൽനാ തുടങ്ങുന്ന എനിക്കത്തെ ആ 4 ആയത്തുങ്ങ അദ്ഭുത ഫലമായിട്ടിക്കട്, മഹത്വമായിട്ടിക്കട് ഈ 4 ആയത്തുള്ളത്. അപ്പൊ ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കണായ കുറേ വിഷയങ്ങളുണ്ട്. അത് ഏതെല്ലാമായിട്ടിക്കട്, അതേപോലെ അതിലെ മഹത്വം എന്തിനായിട്ടിക്കട്, അതിലെ മഹത്വം അറിഞ്ഞിട്ട് ഞങ്ങൾ ഓതുമ്പോയിട്ടിക്കട് എല്ലാ നാളും നമുക്ക് ഓതുകും, അതിലെ യഥാർത്ഥ ഫലവും നമുക്ക് കിട്ടും. അപ്പൊ മഹത്വം ഏതുണ്ട് നോക്ക്. അതേപോലെ ഇതിലെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഒട്ടിಗೆ ഒരുപെട്ട ആ ഒരു 4 ആയത്ത് ഞങ്ങൾ ഓതുക. ഒന്നാമത്തെ മഹത്വം ചൊല്ലത് ഞങ്ങളെ ലൈഫിൽ ഹൈറായതും അതേപോലെ ഷറായതും ഏതിട്ട് നമുക്ക് ഏതും കൊന്തില്ല. ഈ ഒരു ആയത്ത് എല്ലാ 4 ഓതിര ആളുകൾ ഹൈറല്ലാട്ട് പഠിച്ചോണു വേറെ ഏതും കൊടുക്കില്ലാണ്ടായിട്ടിക്കട്. അയാളെ തൊടുന്നതും അയാൾ ആക്കിയ എല്ലാ കാര്യം പഠിച്ചോണ് അയാൾക്ക് ഹൈറാക്കി കൊടുക്കണാണ്ടായിട്ടിക്കട്. രണ്ടാമത്തത് അസ്മാഉൽ ഹുസ്നല് അള്ളാഹുടെ ഇസ്മുൽ അഅ്ലം ചൊല്ലണിക്കത്തെ ഒരു പേരുണ്ട്. ഈ ഇസ്മുൽ അഅ്ലം ചൊന്നിട്ട് ആറ് എന്തൊരു ദ്വാർന്നെങ്കിലും എന്തൊരു പഠിച്ച റബ്ബിടയിൽ കേട്ടെങ്കിലും റബ്ബ് തൻ്റെത് ഉറപ്പായിട്ടിക്കട്, ഗ്യാരണ്ടി ആയിട്ടിക്കട്. അപ്പൊ ഈ 4 ആയത്തിൽ പഠിച്ചോണ്ട് കുറേ ഇസ്മങ്ങ പേരുങ്ങ ഉണ്ട്. അതിൽ ഒന്ന് ഇസ്മുൽ അഅ്ലമായിട്ടിക്കട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലു, നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക അൻ ഇസ്മില്ലാഹിൽ അഅ്ലം അല്ലാഹുടെ ഇസ്മുൽ അഅ്ലമിനെ സംബന്ധിച്ചിട്ട് നാണ് കേക്കിട്. ഏതായിട്ടിക്കട് ആ ഇസ്മുൽ അഅ്ലം കൊണ്ട് നാണ് കേട്ടിട്ടാവോ നണ്ടയിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, അലൈക ബി ആഖിരി സൂറത്തിൽ ഹശർ ഫഅക്സിർ ഖിറാഅതഹ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നണ്ടയിൽ ചൊന്നു, നീന സൂറത്തുൽ ഹശറെ ലാസ്റ്റ് ആയത്ത് എല്ലാ നാളും നീ ഓതണം. നീ യാറെ ഓതണോട്ടായിട്ടിക്കട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. കാരണം ആ ആയത്തില് പഠിച്ചുകൊണ്ട് ഇസ്മുൽ അഅ്ലം ഉണ്ടോട്ടായിട്ടിക്കട്. അപ്പൊ ഇസ്മുൽ അഅ്ലം ഉള്ളകണിക്കത്ത് ഈ ഒരു 4 ആയത്ത് ഓതിട്ട് പഠിച്ച റബ്ബിടയിൽ എന്തിനെ ഞങ്ങൾ കേട്ടാണ്ട് കണ്ടെങ്കിലും ദ്വാർനാണ്ട് കണ്ടെങ്കിലും പഠിച്ച റബ്ബ് തൻ്റെത് ഗ്യാരണ്ടി ആയിട്ടിക്കട്. അത്രമാത്രം മഹത്വമായിട്ടിക്കട് ഈ ഒരു 4 ആയത്തുകൾ. അതേപോലെ മൂന്നാമത്തേത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഈ ഒരു ആയത്ത് ഓതണോ ഗുഫിറ ലഹും അതഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അവന്റെ ലൈഫിൽ മുന്നല് വന്നതും ഇപ്പൊ വന്ന എനിക്കത്തെ എല്ലാ തപ്പുകളെ യജമാനനായ റബ്ബ് മാപ്പാക്കി കൊടുക്കുടാണ്ടായിട്ട്. മൂന്നാമത്തത് മരിക്കുന്ന സമയത്തിൽ ഈമാൻ സലാമത്തായിട്ട് മരിക്കുക ഉണ്ടായിട്ടിക്കട്. ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്നത് വലിയ വിഷയമല്ല, മുസ്ലിമായിട്ട് മരിക്കുന്നതായിട്ടിക്കട് വലിയ കാര്യം ചൊല്ലത്. അപ്പൊ ഈ ഒരു ആയത്ത് ഓതിര ആൾമാറുകെ മുസ്ലിമായിട്ട് ഈമാനോടെ മരിക്കൂ സാധ്യമാവുടെ ഗണിക്കത്തെ വലിയ സൗഭാഗ്യമായിട്ട് പടച്ച റബ്ബ് കൊടുക്കുന്നത്. നാലാമത്തത് ഞങ്ങളെ ഇസ്സത്ത് അള്ളാഹു താലെ യാറാക്കിടാണ്ടായിട്ട് ഇസ്സത്തും ചൊല്ലത് പടച്ച റബ്ബ് തൻ്റെ ഒന്നായിട്ട് നമ്മ എപ്പോഴും ദ്വാർക്കിടതായിട്ട് ഇസ്സത്തിൽ ജീവിച്ചിട്ട് ഇസ്സത്തിൽ മരിപ്പാട്ടും ചൊല്ലും. കാരണം ഇസ്സത്തും ചൊല്ലത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഗണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കട്. ആരെ മുന്നിലും പോയിട്ട് യാചിക്കിട ഗണിക്കത്തെ വേങ്ങണ ഗണിക്കത്തെ പരിസ്ഥിതി ഇവിടെ ആറുകും വറകു തീറ. അപ്പൊ അതിലെല്ലാം രക്ഷണ കിട്ടുകയും ഈ ആയത്ത് കാണമാവുന്നുണ്ടായിട്ട്. കാരണം ഞങ്ങളെ അവസ്ഥ ഞങ്ങൾക്ക് ഒന്നില്ല, എത്രയോ വലിയ പൈസത്തവനായ കണ്ടെങ്കിലും പടച്ച റബ്ബ് ഒരു സെക്കൻഡ് മയ്യാവുകയും അവന്റെ ദരിദ്രനാക്കുകയും
ഇത്ര ആൾമാരും ഒന്നുള്ളൊരു ഭേങ്ങട ആളായിട്ടാക്കോ പടച്ച റബ്ബ് സെക്കൻഡ് കൊണ്ട് സാധ്യമാവിടെ എനിക്കെത്ത വിഷയമായിട്ട് ഇക്കടെ. അതുകൊണ്ട് ഇസ്സത്ത് ചൊല്ലി എനിക്കെത്തത് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കെത്ത ഒന്നായിട്ട് ഈ ആയത്ത് എല്ലാ നാളും ഓതിര ആൾമാർക്ക് പടച്ച റബ്ബ് നല്ല ഇസ്സത്ത് യാറാക്കി കൊടുക്കൂടാണ്ടായിട്ടിക്കടെ. ആറാമത്തത് ഞങ്ങൾ എല്ലാ മുറാദും എന്തൊരു നീയത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇത് ഓതിരാണ്ട് കണ്ടെങ്കിൽ നാന്നപ്പാട് ചൊന്ന പോലെ ഇസ്മുല്ല ആളമുല്ല എനിക്ക് തായത്തായിട്ടിക്കടെ. അപ്പൊ ഈ ആയത്ത് ഓതിട്ട് ഞങ്ങൾ എന്തൊരു ദ്വാർനാണ്ട് കണ്ടെങ്കിലും എന്തൊരു ഉദ്ദേശം ഇന്നേന് കണ്ടെങ്കിൽ പടച്ച റബ്ബ് പൂർത്തിയാക്കി തണ്ടാണ്ടായിട്ടിക്കടെ. ഏഴാമത്തത് ഈ ആയത്ത് ഓതിര എനിക്കെത്ത ആൾമാർക്ക് പടച്ച റബ്ബ് എൽവോ മലായിക്കത്തില് അവന്റെ കാക്കുബേനായിട്ട് നിപ്പാട്ടാണ്ടായിരിക്കടെ. അവനക്ക് പണ്ട് എനിക്കെത്ത ഷർറങ്ങ ഷെയ്ത്താന്റെ ഷർ ഷെയ്ത്താൻ ചൊല്ലുമ്പോത്തുക മനുഷ്യന്മാരും പല ഷെയ്ത്താന്മാരുള്ളാറ്, ജിന്ന വിഭാഗത്തിലും ഷെയ്ത്താന്മാരുള്ളാർ. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഷറിൽ നിന്നിട്ട് പടച്ച റബ്ബ് അവനക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ട് അത് അവന്റെ കാക്കുബേനായിട്ട് എൽവോ മലായിക്കത്തില് വെക്കറാണ്ടായിട്ടിക്കടെ. എട്ടാമത്തത് പെട്ടെന്ന് പണ്ട് സഡൻലി പണ്ട് എനിക്കെത്ത് മുസീബത്തുങ്ങ ആക്സിഡൻറ്റുങ്ങ പെട്ടെന്ന് മരിച്ചു പോണ്ടേ, ഹാർട്ട് അറ്റാക്ക് ആവിടെ, ഹാർട്ട് ഫെയിൽ ആവിടെ, ഇങ്ങനത്തെ ഒരു പെട്ടെന്ന് പണ്ട് എനിക്കെത്ത് അതാ നമുക്ക് ഒന്നില്ലാത്ത രൂപത്തിൽ സഡൻലി പണ്ട് എനിക്കെത്ത് മുസീബത്തിൽ നിന്നിട്ട് ഈ ഒരു ആയത്തുങ്ങ നമുക്ക് വലിയ കാവൽ തണ്ടായിട്ടിക്കടെ. ഒലിമാമത്തത് അതാ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നത് ഈ ആയത്ത് ഓതരങ്ങ സ്വർഗത്തേക്ക് പോണ്ടാറുണ്ടല്ലോ. പിന്നമ്മ ഫഖദ് ഔജബല്ലാഹുൽ ജന്ന പടച്ച റബ്ബ് അവനുകു സ്വർഗ കഡ്ഡായമാക്കി ഉണ്ടായിട്ടിക്കടെ. എല്ലാ നാളും ഒരാൾ ഓതരേണ്ടി കണ്ടെങ്കിൽ സ്വർഗം അവനുക്ക് ഫിക്സ് ആയിട്ടിക്കടെ, ഗ്യാരണ്ടി ആയിട്ടിക്കടെ. നാളെ ചൊന്നതല്ല മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന എനിക്കെത്ത വിഷയമായിട്ടിക്കടെ. പത്താമത്തത് എന്തൊരു ടെൻഷൻ ഇന്നേന് കണ്ടെങ്കിലും ഡിപ്രഷൻ ഇന്നേന് കണ്ടെങ്കിലും വലിയ പരിഹാരമായിട്ടിക്കടെ ഈ ഒരു ആയത്ത് ഞങ്ങൾ ചൊമ്മത്താൽമാർ പല നിലക്കുള്ള ടെൻഷനിലായിട്ടിക്കടെ ഉള്ളത്. മോളുക മങ്ങിലാവാത്ത ടെൻഷൻ, അകയില്ലാത്ത ടെൻഷൻ, കടത്ത ബേജാറ്, അതേപോലെ ബിസിനസ് ഇല്ല, സമത്തെ സ്വറയില്ല, ഇങ്ങനെ പല്ലാത്ത എന്തെല്ലാം ടെൻഷൻ അനുഭവിക്കുന്ന ആൾമാറുള്ള. അപ്പൊ ടെൻഷനക്ക് ഇതൊരു വലിയ പരിഹാരമായിട്ടിക്കടെ ഈ ആയത്ത് എല്ലാ നാളും ഓതുക ചൊല്ലത്. ഓണന്നാമത്തത് എന്തിരെ സീക്കും ഇത് വലിയ പരിഹാരമായിട്ടിക്കടെ. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു രോഗം വന്നിട്ടാകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് നബി തങ്ങൾ ചൊല്ലു, നിങ്ങളെ കൈയെടുത്തിട്ട് നിങ്ങളെ തലയുടെ മേൽ വെക്കറു. എന്നിട്ട് ഈ ആയത്ത് 4 ആയത്ത് ഓതുകവേനായിട്ട് അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലുണ്ടായിട്ടിക്കടെ. അത് ഓതിത്തീറുമ്പോ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ രോഗത്തിന് ഷിഫാ കിട്ടിയിട്ടുണ്ടായിട്ടിക്കടെ. അതേപോലെ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, തലനമ്പറ മൈഗ്രെയിൻ സംബന്ധമായിട്ട് ബേജാറുള്ള ഗണിക്കത്താൽമാർ തലയുടെ മേൽ കൈവച്ചിട്ട് ഈ ആയത്ത് ഓതുറാണ്ട് കണ്ടെങ്കിൽ അതൊക്കെ ഷിഫയായിട്ടിക്കട് വലിയ പരിഹാരമായിട്ടിക്കടണ്ട് മഹാന് ചൊല്ലുത് കാണാം. അപ്പൊ എന്തരേ സീക്കുന്നേണ് കണ്ടെങ്കിൽ ഈ ഒരു ചൊല്ലുടെ രൂപത്തിൽ തലയുടെ മേൽ കൈവച്ചിട്ട് ഈ ഒരു 4 ആയത്ത് ഓതുറാണ്ട് കണ്ട ഒരു 3 വട്ടെങ്കിലും ഈ ആയത്ത് ഓതുറാണ്ട് കണ്ടെങ്കിൽ രോഗത്തിന് വലിയ ശമനം ഉണ്ടോട്ടായിട്ടിക്കടെ. മഹാന്മാർ നമുക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തെ വലിയൊരു വിഷയമായിട്ടിക്കടത്. അപ്പൊ ഈ കാര്യമെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഈ ആയത്ത് ഓതനായ ടൈം ഏതായിട്ടിക്കടെ എപ്പോ വേണമെങ്കിലും ഓതാ. അതേ സമയത്തിൽ സുബഹി നിസ്കരിച്ച് സാധാരണ ചൊല്ല ദിക്റെല്ലാം ചൊന്നിട്ടു ഒരു 3 വട്ട ഈ ഒരു 4 ആയത്ത് ഓതാ. അതേപോലെ മഗ്‌രിബ് നിസ്കാരത്തിൽ പിന്നെ ഒരു 3 വട്ട ഈ ആയത്ത് ഇങ്ങനെ ഓതാ. ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ജീവനത്തിൽ കൊമ്പണ്ടേന്ന് കണ്ടെങ്കിൽ ഈ ചൊന്ന അനുഗ്രഹമല്ല, ഇത് മാത്രമല്ല ഇതും ചൊമ്മ അനുഗ്രഹം മഹാന്മാർ വിവരിക്കുന്നതെല്ലാം കണ്ട് ആ എല്ലാ അനുഗ്രഹവും ആ എല്ലാ ഫലവും നമുക്ക് അനുഭവിക്കുക സാധ്യമാവുണ്ടായിട്ടിക്കട്ടെ. പഠിച്ചോൻ തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു വട്ട ഈ ഒരു ആയത്ത് ഞങ്ങൾ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة
عباده هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അപ്പോൾ ഓതുമ്പൊത്തുകും അഊദും ബിസ്മിയും കൂട്ടിയിട്ടായിട്ടിക്കട് ഓതോനായത്. അപ്പോൾ ഈ ഒരു ആയത്ത് എല്ലാത്തും പരിഹാരമായിട്ടിക്കടെ അദ്ഭുതമായിട്ടുള്ള ഫലമായിട്ടിക്കടെ ഈ ഒരു ആയത്തിൽ ഞങ്ങൾക്ക് കിട്ടത് പഠിച്ചറബ് എല്ലാ നാൾ ഓതും ഞങ്ങൾക്ക് ആ ഒരു സൗഭാഗ്യം തൗഫീഖ് യജമാനനായ റബ്ബ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ ഈമാനിൽ ജീവിച്ചിട്ട് ഈമാനോടെ മരിക്കടെ സജ്ജനങ്ങളെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പഠിച്ച റബ്ബ് ഞങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.